ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഐശ്വര്യ വേണുഗോപാലൻ. അപ്പോൾ എൻ്റെ കസിൻ്റെ എൻഗേജ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി റെഡി ആവലാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഞാൻ കുറച്ച് ഫൗണ്ടേഷനും പൊട്ടും ഐഷാഡോയും ഐലൈനറും മസ്കാരയൊക്കെ എഴുതിയിട്ടാണ് നിൽക്കുന്നത്. ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടില്ല. ഡ്രസ്സ് ഭയങ്കര കുത്തണ ഡ്രസ്സാണ്. അപ്പോൾ പിന്നെ നെയിൽ പോളിഷ് ഈ കളറാണ് ഗൈസ്, ഒരു ബ്രൗണിഷ്, ഒരു മണ്ണിൻ്റെ ഒക്കെ കളറ്. അപ്പോൾ അങ്ങനെ എന്തായാലും നല്ല ബ്രൈറ്റ് ആയിരിക്കുന്നുണ്ടല്ലേ. അപ്പം എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ഐശ്വര്യ വേണുഗോപാലൻ അരങ്ങേറ്റം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും വഴിയെ കാണാം. അങ്ങനെ മുഖത്തത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ മുടി കെട്ടാനായിട്ട് തുടങ്ങിയിട്ടോ. ഞാൻ ഇത്തിരി ഡ്രയർ വെച്ചിട്ട് തലയൊന്ന് ഉണക്കിയിരുന്നു. എന്നാലും എൻ്റെ തലമുടി ഭയങ്കര ഒട്ടിയിരിക്കുകയാണ് കേട്ടോ. തല നനച്ച ഉടനെ ഞാൻ തല ഈരാറുണ്ട്. ചിലപ്പോൾ അത് കാരണം എൻ്റെ ഇങ്ങനെ പാറി നിൽക്കണില്ല. അത് കാരണം മുടി കെട്ടുമ്പോൾ ഭയങ്കര പതിഞ്ഞിരിക്കുകയാണ് കേട്ടോ. എനിക്കങ്ങനെ ഹമ്പ് ശരിക്കും കിട്ടണില്ല, കാര്യമായിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കണില്ല. അപ്പം ഞാൻ ഷാമ്പു ഒക്കെ നന്നായി ഇട്ടിട്ട് തന്നെയാണ് ചെയ്തത്. പക്ഷേ എന്തോ എൻ്റെ സെറ്റായി. എന്നിട്ട് രണ്ടാമത് വീണ്ടും ഇത് അഴിച്ച് കിട്ടുകയാണ് കേട്ടോ ചെയ്തത്. അതിന് മുമ്പ് വീണ്ടും ഡ്രയർ യൂസ് ചെയ്ത് ഉണക്കി. അപ്പോൾ അതേ കുറച്ച് നേരമായി അവിടെ ഫുഡ് കഴിക്കാൻ വിളിക്കണം. അപ്പോൾ നമ്മൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുടി ഒന്നുകൂടി കെട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫുൾ റെഡിയായി. ഇതാണ് ഇന്നത്തെ ലുക്ക്. എന്തായാലും ഇനി പോണ വഴിക്ക് കാണാം. ഫുഡ് കഴിച്ചു, ഇഡ്ഡലി ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ റെഡിയായി നമ്മളെല്ലാവരും കൂടി ഇറങ്ങിയിട്ടോ. നല്ല മഴയാണ്, പക്ഷേ ഇപ്പം അത്ര മഴയൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതിന് ശേഷം പെരുമഴയായിരുന്നു കേട്ടോ. അതിന് നമ്മൾ ഒരു അരമണിക്കൂർ തികച്ച് ട്രാവൽ ഉണ്ടായിരുന്നില്ല. നമ്മളിതാ കല്യാണ മണ്ഡപം എന്നാണ് പറയുന്നത്, എൻഗേജ്മെൻറ്റ് നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടോ. ഓഡിറ്റോറിയം ആയിരുന്നു, ചെറിയൊരു ഓഡിറ്റോറിയം, കുറച്ച് പേരേ ഉള്ളൂ, വളരെ മിനിമം ആൾക്കാരുടെ ഫംഗ്ഷനായിരുന്നേ. നമ്മുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂമാണ് ആ നിൽക്കുന്നത്. പിന്നെ ഫംഗ്ഷൻ വാളയിടലും മോതിരിടലും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഗിഫ്റ്റ് ഹാമ്പറും കൊടുത്ത് ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. ഇത് ലേഡീസിൻ്റെ സെർവിങ് ആണ്, വിളമ്പുന്നത്. നല്ല ഫുഡായിരുന്നു. പാലടിയും പരിപ്പ് പായസം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സാധാ എന്താ പറയുക സദ്യ, അതും പക്ഷേ നല്ല ടേസ്റ്റുള്ള സദ്യ. ഞാൻ കുറച്ച് നാൾക്ക് ശേഷമാണ് സദ്യ കഴിക്കുന്നത്. അത് കാരണം ഞാൻ ഭയങ്കര ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പുളിഞ്ചി, അച്ചാർ, പപ്പടം കല്യാണ പപ്പടം എന്നാണ് ഞങ്ങളിവിടെ പറയാം. വലിയ പപ്പടമായിരുന്നേ. അത് കാരണം എനിക്ക് ആ പപ്പടം ഭയങ്കര ഇഷ്ടമാണ് സദ്യത്തെ. അതായത് നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞ് പപ്പടമല്ലേ കച്ചിയ, ഇത് സദ്യയിൽ പോകുമ്പോൾ വലിയ പപ്പടം കിട്ടും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ വർത്താനം പറഞ്ഞ് നിന്ന് താഴെ നല്ല ഭംഗിയുള്ള ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ. അമ്പലവും കാര്യങ്ങളൊക്കെ ഇട്ട്, അതും കളർഫുള്ളായിട്ടുള്ള പ്രതിമകളും സ്തംഭങ്ങളൊക്കെ വെച്ചുള്ള അമ്പലത്തിൻ്റെ ഫ്രണ്ടാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോ എത്തിയിട്ടോ. നമ്മൾ ഭയങ്കര മഴയാണ്, അതാ ഞാൻ കാണിച്ചു തരാം. ഭയങ്കര മഴ തോർന്നിട്ടില്ല. ഞങ്ങൾ എന്നിട്ട് ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് വന്നത് കേട്ടോ. ഭയങ്കര ചുറ്റലായിരുന്നു. അങ്ങനെ മേക്കപ്പ് ഞാൻ കളഞ്ഞിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് വേണം കളയാൻ, എനിക്ക് വയ്യാണ്ടായി. ഓ മഴ ഒരു പ്രശ്നം തന്നെയാണ്. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, മറ്റേ ഡ്രസ്സൊക്കെ കഴുകുക. ആകെ കുതിർന്ന് ഒലിച്ചു കേട്ടോ, ഫുൾ ഡ്രസ്സ് കുതിർന്ന് ഒലിച്ചു. ഒക്കെ ഒരു ബക്കറ്റിൽ ഞാൻ ഇട്ടുണ്ടായി, ഞാൻ കരിമീനടിക്കും. അപ്പം എന്തായാലും വാഷ് ചെയ്യണത് കുറച്ച് കഴിഞ്ഞിട്ട്. ഈ മഴ ഇന്ന് തോരുമെന്ന് അറിയില്ല, തോർന്നില്ലെങ്കിൽ നാളെ വേണം വാഷ് ചെയ്യാനായിട്ട്. ഇതാ പരിപാടിയൊക്കെ അസലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം ഫോട്ടോ എടുക്കാനൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. മഴ കാരണം കേൾക്കുമോ, ഫോട്ടോ എടുക്കാനായിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു കേട്ടോ. അതിന് ശേഷം കുറേ നേരം വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. ആ വണ്ടി അവരെന്ത് ഫുഡ് കഴിക്കാൻ പോയിക്കായിരുന്നു. എൻ്റെ ഉണ്ണിയുടെയും ബാഗ് ആച്ച ഞങ്ങൾ വീട്ടിലേക്ക് നേരെ വരാച്ചിട്ട് ഞങ്ങളുടെ ബാഗ് എന്താ വെച്ചാൽ വണ്ടിയിലായിരുന്നു. അങ്ങനെ എന്നിട്ട് ആ വണ്ടി വരുന്ന വരെ വെയിറ്റ് ചെയ്ത് ഏകദേശം 1 മണിയൊക്കെ ആയപ്പോഴാണ് വണ്ടി വന്നത്. ഞങ്ങൾ 12 മണിയായപ്പോൾ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങി വെയിറ്റ് ചെയ്ത് തുടങ്ങിയതാണ് വണ്ടീനെ. അങ്ങനെ എന്നിട്ട് ഏകദേശം വണ്ടിയൊക്കെ പിടിച്ച് കയറി. അങ്ങനെ എന്നിട്ട് തൃശ്ശൂർ വരെ ഒരു ബസ്സിൽ കയറി, തൃശ്ശൂരിൽ നിന്ന് വേറെ ബസ്സിൽ കയറി. എന്നിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അവിടേക്ക് ഞായറാഴ്ച കാരണം ബസ്സില്ല, അപ്പോൾ ഓട്ടോറിക്ഷ വിളിക്കേണ്ട വന്നു. ഓട്ടോറിക്ഷ വിളിച്ചതാ ഇവിടെ ഇങ്ങനെ എത്തി, വീടെത്തി. ഭയങ്കര മഴ. ഓട്ടോറിക്ഷ വിളിച്ചിട്ട് നമുക്ക് കുറച്ച് നടക്കാണ്ട് വീട്ടിലേക്ക്. അങ്ങോട്ട് വണ്ടി അങ്ങനെ എല്ലാം വണ്ടിയും വരില്ല, ഒരു ചെറിയ ഇടവഴിയുണ്ട്. അങ്ങനെ അപ്പോൾ അത് കാരണം ഭയങ്കര മഴയാണ്, നല്ല മഴയായിരുന്നു. ഇപ്പോഴും അറിയില്ല, ഇതാ സൗണ്ട് കേൾക്കണ്ടേ. അങ്ങനെ ഒരു മഴ നിറഞ്ഞൊരു ദിവസമായിരുന്നു കേട്ടോ ഒന്ന്, ഭയങ്കര മഴ. അങ്ങനെ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിരിക്കും. ബൈ ബൈ ഗായ്സ്. എങ്ങനെയുണ്ട് മഴ നിങ്ങളുടെ നാട്ടിൽ? കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.